തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിഫ്ബി ഫണ്ടിൽ നിർമ്മിച്ച പുതിയ MLT ബ്ലോക്ക് പ്രവർത്തന സജ്ജമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിനൊപ്പം 81.50 കോടി രൂപ ചെലവിൽ നിർമ്മാണം ആരംഭിക്കുന്ന പുതിയ ഓപ്പറേഷൻ തിയേറ്ററിന്റെ നിർമ്മാണോദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. കിഫ്ബി ഫണ്ടിൽ 21.35 കോടി രൂപ ചിലവിലാണ് പുതിയ MLT ബ്ലോക്ക് നിർമ്മിച്ചത്. ഇതിനൊപ്പം 7 നിലകളിലായി 14 ഓപ്പറേഷൻ തിയേറ്ററുകളും 145 കിടക്കകളും 16 ICUകളും ഉൾപ്പെടുന്ന പുതിയ ഓപ്പറേഷൻ തിയേറ്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ആരോഗ്യമേഖലയിൽ മാത്രം കിഫ്ബിയിലൂടെ നടന്നത് 10,000 കോടിയിലധികം രൂപയുടെ വികസനമാണ്. പുതിയ സൗകര്യങ്ങൾ രോഗീ പരിചരണ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും കൂടുതൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഇവയെല്ലാം ഉപകരിക്കുമെന്നും സാധാരണക്കാരന്റെ ചികിത്സാ ചെലവ് കുറയ്ക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആരോഗ്യമേഖല മാത്രം എടുത്താൽ 10,000 കോടി രൂപയുടെ സഹായമാണ് വിവിധ പദ്ധതികൾക്കായി കിഫ്ബിയിലൂടെ നാം സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തരം പുതിയ സൗകര്യങ്ങളാകെ മെഡിക്കൽ കോളേജിൻ്റെ രോഗീ പരിചരണ കാര്യത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവരിക. കൂടുതൽ വേഗത്തിലും കൃത്യതയോടെയും രോഗം നിർണയിക്കുന്നതിന് അതുവഴി ഫലപ്രദമായ ചികിത്സ നൽകുന്നതിന് ഇവയെല്ലാം ഉപകരിക്കും. സാധാരണക്കാരൻ്റെ ചികിത്സാ ചെലവ് കുറക്കുന്നതിനും സമയനഷ്ടം ഒഴിവാക്കുന്നതിനും സഹായിക്കും. പുതിയ കാത്ത് ലാബ്, ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗത്തിൽ സ്ഥാപിച്ച സ്പെക്ട് CT സ്കാൻ, 128 സ്ലൈഡ് CT യൂണിറ്റ്, നവജാത ശിശു വിഭാഗത്തിൽ ജീവാമൃതം എന്ന പേരിൽ സ്ഥാപിച്ച ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് എന്നിവയ്ക്കൊപ്പം സംസ്ഥാനത്ത് ആദ്യമായി ആരംഭിക്കുന്ന സ്കിൻ ബാങ്കും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.